പറമ്പുകളിലെ കളകളെ അല്ലെങ്കിൽ പോച്ച അല്ലെങ്കിൽ പുല്ല് ഇവയെ എങ്ങനെയാണ് പ്രകൃതിദത്തമായി പ്രതിരോധിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ നമ്മുടെ പറമ്പുകളൊക്കെ ഈ പ്രത്യേക കാലാവസ്ഥയുടെ ഒരു മാറ്റം കൊണ്ട് കാട് പിടിച്ച് കിടക്കുന്നൊരവസ്ഥ പൊതുവേ കണ്ടുവരാറുണ്ട്. ഇതിനെ ഏത് രീതിയിൽ നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടും പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ശാശ്വതമായ നല്ലൊരു പരിഹാരവുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതൊരു ആലപ്പുഴ ജില്ലയിലുള്ള ഒരു പറമ്പാണ് കേട്ടോ. അത് ഈ പറമ്പിൽ ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് അവർ ചെത്തി ക്ലീൻ ചെയ്തതാണ്. ഈ പറമ്പിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്തതിന് ബദർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാ ഇപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ദൂരെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. അവിടെ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. പുല്ലൊക്കെ ചെത്തി ക്ലീൻ ചെയ്ത് ഇതിനകത്ത് കറുത്ത ഷീറ്റ്, ഇതിന് ബെഡ്ഷീറ്റ് എന്നാണ് പറയുന്നത്. ഈ ഷീറ്റ് വർഷങ്ങളോളം നിലനിൽക്കും കേട്ടോ. 6 വർഷമായിട്ട് ഇന്നും ആലപ്പുഴ ജില്ലയിൽ ചാത്തനാട് ഇട്ടൊരു വീട്ടിൽ ഇന്നും കിടപ്പുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെള്ളം ഇറങ്ങും എന്നുള്ളതാണ്. എന്നാൽ കളകൾ ഇതിനകത്ത് കെളുത്ത് പൊങ്ങത്തൂല. പിന്നെ ഇതിനകത്തും കളകൾ മുളക്കാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളകളുടെ വിത്തുകൾ കാറ്റ് വഴി വന്ന് വീഴാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണുന്നത് പോലെ മണ്ണ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ മണ്ണിൽ വിത്ത് കിടന്ന് അവിടെ കിളുത്ത് വരും. അങ്ങനെ കിളുത്ത് വരുന്ന വിത്ത് സമയത്ത് നമ്മൾ പറിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ വേര് ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ട് അവിടെ വളർന്ന് പൊങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം സാധനങ്ങളെ ഒന്ന് ക്ലീൻ ചെയ്യുക. ഇതിൻ്റെ നമ്മൾ ആദ്യം കാണിച്ച ആ ഭാഗത്ത് ഷീറ്റ് വിരിച്ചതാണത്. ഇതോടെ വർഷങ്ങളോളം എടുക്കും. ഇനിയിപ്പോൾ അവർക്ക് കളകളെ ഒന്നും പേടിക്കേണ്ട, ഒപ്പം വെള്ളം ഇറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മണ്ണിനും മറ്റൊരു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. എയർ സർക്കുലേഷൻ നടക്കുന്ന ഈ ഒരു ഷീറ്റ് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും ഞങ്ങളിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്കും കുടുംബക്കാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.